നമസ്കാരം. എക്സലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറായ എക്സൽ എന്നൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 2016 വേർഷനാണ്. നിങ്ങൾക്ക് ഏത് വേർഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുക. അവിടെ റീസെൻ്റായിട്ട് കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസൊക്കെ ഒറ്റയടിക്ക്, അതായത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെൻഡ് എന്ന് തുടങ്ങിയൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. മുമ്പ് ചെയ്തിട്ട കാര്യങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ചാർട്ട് എന്ന് തുടങ്ങിയൊരു ഓപ്ഷൻ, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു ചാർട്ട് എന്നൊരു കാര്യം പെട്ടെന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിൽ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റീസെൻ്റ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടും എക്സൽ എന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ മാത്തമാറ്റിക്കൽ ലോജിക്കൽ പ്ലസ് മൈനസ് ഡിവിഡൻറ്റ്, അതേപോലെ തന്നെ ക്യാഷ് ബുക്കുകൾ, അറ്റൻഡൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ടും എക്സൽ എന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയൊരു പേജ് അല്ല ക്രിയേറ്റ് ചെയ്യുക. എക്സലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും എപ്പോഴും പറയുക. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒരിക്കലും പറയില്ല, ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയുക. എക്സൽ ഈസ് എ സ്പ്രെഡ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു പേരിലായിരിക്കും അറിയാം. ഇതിവിടെ നോക്കിയാൽ കുറേ സെല്ലുകൾ കാണാൻ പറ്റുമല്ലേ, കണ്ടോ, നമ്മൾ ഒരുപാട് സെല്ലുകൾ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഞാൻ നിൽക്കുന്നത് ഏത് സെല്ലിലാണെന്ന് നോക്കിയപ്പോൾ A1 എന്നൊരു സെല്ലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് അത് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ഷീറ്റുകൾ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ നോർമലി ഇവിടെ നോക്കിയേ ഷീറ്റ് 1 എന്ന് പറഞ്ഞൊരു പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷീറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. 2007 ആ ഒരു വേർഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും 3 ഷീറ്റുകൾ ഇൻബിൽഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു ഷീറ്റായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇവിടുന്ന് സ്ക്രീനിൽ കാണാൻ സാധിക്കുള്ളൂ. ഇനി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഷീറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഷീറ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് എന്ന് പറയുന്ന ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് 2 ഷീറ്റുകൾ വീണ്ടും ആഡ് ചെയ്യുകയാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യണമെന്ന് നോക്കുക. റീനെയിം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഏത് ഷീറ്റാണോ റീനെയിം ചെയ്യേണ്ടത് ആ ഷീറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റീനെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കും, നമ്മുടെ അടുത്ത് ചോദിക്കും ഇനി ഈ ഒരു ഷീറ്റ് ഏത് പേരിലാണ് അറിയപ്പെടേണ്ടത് നമുക്ക് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് വന്നപ്പോൾ മുഹമ്മദ് സാലറി എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഞാനൊരു പേര് മാത്രം കൊടുത്തുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു പേര് അവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ റീനെയിം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് അതുല്യ സാലറി, ഇവിടെ നിന്ന് ഞാൻ റീനെയിം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ജലീൽ സാലറി. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പേഴ്സൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്, ഞാൻ ഇവിടുന്ന് ഓരോ വ്യക്തിയുടെ പേര് ടൈപ്പ് ചെയ്തിട്ടാ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ ഓരോ മാസത്തെ ഒരു കാൽക്കുലേഷനാണെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, റീനെയിം ചെയ്യാം. ഇപ്പോൾ ജനുവരിയിലാണെന്ന് വയ്ക്കുക, JANUARY. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2022 കണക്കാണെങ്കിൽ 2022 കൊടുക്കാം. ചില ആൾക്കാർ ഇയർ ബൈ ഇയർ ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സൺഡേ ഒരു വീക്ക് ബൈ കൊടുക്കണമെങ്കിൽ വീക്ക് ബൈ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഷീറ്റിനെ റീനെയിം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീനെയിം ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ ഇനിയും റീനെയിം ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത ഫയൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ഇവിടുന്ന് റീനെയിം ചെയ്ത് കൊടുക്കണമെങ്കിൽ റീനെയിം ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ഒരു പ്രാവശ്യം കൊടുത്ത് പിന്നെ റീനെയിം ചെയ്യാൻ പറ്റില്ല എന്നില്ല. എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റീനെയിം ചെയ്ത് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, റീനെയിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഷീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് അതുല്യ സാലറി, അപ്പോൾ ഈ ഒരു വ്യക്തി അവിടുന്ന് ഇപ്പോൾ പിരിഞ്ഞു പോയെന്ന് വയ്ക്കുക. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആ സ്റ്റാഫ് അവിടുന്ന് ലീവാക്കി പോയെന്ന് വയ്ക്കുക, പെർമനൻ്റ് ആയിട്ട് എന്തായി പോയി, അവിടുന്ന് ലീവ് ചെയ്ത് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ ഒരു വ്യക്തിയുടെ സാലറി നമുക്ക് എന്ത് ചെയ്യണ്ട, ഇനി നമുക്ക് ആ ഓഫീസിൽ വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി ആ വ്യക്തിയുടെ ഷീറ്റ് എന്തായി, കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോയി, ഡിലീറ്റ് ആയിപ്പോയി. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി നമുക്ക് ആ ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ അടിച്ചാൽ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്നത് നോക്കി വയ്ക്കാൻ, ഡിലീറ്റ് ചെയ്യാതെ പറഞ്ഞേട്ടാ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഏതൊരു ഷീറ്റാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം.
അതേപോലെ തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ കൺട്രോൾ എസ് അടിച്ചാലും നമുക്ക് ആ ഷീറ്റ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാക്സിമം അത് ആ ഷീറ്റ് ഇനിയും അവിടെ വേണോ വേണ്ടയോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ. കീബോർഡിൽ ഷിഫ്റ്റ് 11 അടിച്ചാലും, അതായത് ഇപ്പോൾ ഷിഫ്റ്റ് F11 അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ, ഷീറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ. കീബോർഡിൽ ഷിഫ്റ്റ് F11 അടിച്ചാലും നമുക്ക് ഷീറ്റുകൾ ആഡ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഷീറ്റ് 8, ഷീറ്റ് 9, ഷീറ്റ് 11, ഷീറ്റ് 7. ഓക്കെ. ഇതും 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 ഷീറ്റ് 8, ഷീറ്റ് 9, ഷീറ്റ് 11, ഷീറ്റ് 7. ഓക്കെ. ഈ ഷീറ്റുകളാണ് ഡിലീറ്റ് ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഇതിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒന്നിടവട്ടയുള്ള ഷീറ്റുകളാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഷീറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇനി ഏതെല്ലാം ഷീറ്റുകളാണ് നമുക്ക് ആവശ്യം ആ ഷീറ്റുകൾ കണ്ടോ, സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയേ കണ്ടോ. അപ്പോൾ ഒന്നിട തൊട്ടുള്ള ഷീറ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക. ആദ്യം ഒരു ഷീറ്റ് സെലക്ട് ചെയ്യുക, ദെൻ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്ത ഷീറ്റുകൾ ഏതാണോ വേണ്ടത് ആ ഷീറ്റുകൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഒന്നിട തൊട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക. അടുപ്പിച്ചുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. മാറിപ്പോരുത്. ഒന്നിടവിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് സെല്ല് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക. ദെൻ അടുപ്പിച്ചുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറയാനുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക.